നമസ്കാരം. സുപ്രീം വോയിസ് ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പപ്പേട്ടൻ സ്മാരക ഹാൾ ഉദ്ഘാടനം നടന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുണ്ടത്തിക്കോട് മണ്ഡലം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം നടത്തി. വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ ഗ്രൗണ്ട് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രൗണ്ടിൽ കൊയ്ത്തുത്സവം നടത്തി വേറിട്ട സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പപ്പേട്ടൻ സ്മാരക ഹാൾ ഉദ്ഘാടനം നടന്നു. തൃശൂരിന്റെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞുനിന്ന് വരവൂർ മിച്ചഭൂമി സമരത്തിന് ചുക്കാൻ പിടിച്ചും വരവൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായും 2005 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നീ നിലയിലും വടക്കാഞ്ചേരിയുടെ വികസന പ്രക്രിയകൾക്ക് ആക്കം കൂട്ടുകയും ചെയ്ത എ പത്മനാഭന്റെ നാമത്തിലുള്ള വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച പപ്പേട്ടൻ സ്മാരക ഹാൾ ഉദ്ഘാടനം ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു പപ്പേട്ടനെന്നും ഇന്നത്തെ പൊതുപ്രവർത്തകർക്ക് ഒരു ഉത്തമ മാതൃക തന്നെയാണ് പപ്പേട്ടന്റെ ജീവിതമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുണ്ടത്തിക്കോട് മണ്ഡലം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം നടത്തി. മുണ്ടത്തിക്കോടിന്റെ വികസനം മുരടിപ്പിച്ച വടക്കാഞ്ചേരി നഗരസഭയുടെയും സ്ഥലം MLAയുടെയും രാഷ്ട്രീയ തിമിരത്തിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുണ്ടത്തിക്കോട് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. UDFന്റെ കാലത്ത് പണി പൂർത്തീകരിച്ച മുണ്ടത്തിക്കോട് പ്രകൃതിവാതക ശ്മശാനം തുറന്നുകൊടുക്കുക, സഹകരണ എഞ്ചിനീയറിംഗ് കോളേജ് നിർമ്മാണം രാഷ്ട്രീയ കാരണങ്ങളാൽ നിർത്തിയത് പുനരാരംഭിക്കുക, K കരുണാകരൻ വ്യവസായ എസ്റ്റേറ്റ് നവീകരണവും വിപുലീകരണവും ഏറ്റെടുത്ത് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ പ്രതിഷേധ സായാഹ്നം മണ്ഡലം പ്രസിഡന്റ് CH ഹരീഷ് അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് ശ്രീ ജോസ് വള്ളൂർ ഉദ്ഘാടനം നിർവഹിച്ചു. DCC ജനറൽ സെക്രട്ടറി K അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, കൗൺസിലർമാരായ K ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ ഗ്രൗണ്ട് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രൗണ്ടിൽ കൊയ്ത്തുത്സവം നടത്തി വേറിട്ട സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ശോചനീയാവസ്ഥയിലായ സ്കൂൾ ഗ്രൗണ്ടിൽ നെല്ലും പച്ചക്കറികളും വിളഞ്ഞു. ഓണക്കാലത്ത് പ്രതിഷേധ വിളവെടുപ്പ് നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 21ാം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. ഇന്ന് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിലാണ് വേറിട്ട പ്രതിഷേധം നടന്നത്. പ്രളയകാലത്ത് വിവിധ സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലിലും മറ്റും പുറന്തള്ളിയ മണ്ണും കല്ലും ഉൾപ്പെടെയുള്ളവയും വടക്കാഞ്ചേരി പുഴ നവീകരണത്തിന്റെ ഭാഗമായുള്ള പുഴയിലെ ചെളിമണ്ണ് നീക്കം ചെയ്തതുമെല്ലാം സ്കൂൾ ഗ്രൗണ്ട് നവീകരണത്തിന്റെ പേരിൽ പ്രദേശത്ത് തള്ളിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. നമ്മളിവിടെ കൊയ്ത്തുത്സവമായിട്ട് ആഘോഷിക്കുകയാണ്. കൊയ്ത്ത് നടക്കുന്നത് പാടത്തല്ല എന്ന് മാത്രം. വടക്കാഞ്ചേരിയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗ്രൗണ്ടിനകത്ത് നെല്ലും അതുപോലെ പച്ചക്കറികളും വിളവെടുപ്പ് നടത്തുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ നമ്മൾ. എന്താ അത് വേണ്ടി വന്നത്? വടക്കാഞ്ചേരി ഗ്രൗണ്ടിന്റെ പഴക്കം എത്രയാ? കൊച്ചി രാജാവിന്റെ കാലത്ത് തുടങ്ങിയതാണ്. ഏകദേശം 1.5 നൂറ്റാണ്ടിനടുത്തായി നമ്മുടെ സ്കൂള്. അതിന്റെ അതേ പഴക്കമുള്ളതാണ് ഈ ഗ്രൗണ്ട്. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇവിടെ വന്നിരിക്കുമ്പോ ഇതിന്റെ തൊട്ടപ്പുറത്ത് പാടമാണ്. കാറ്റുകൊള്ളാനൊക്കെ ആയിട്ട് ഈ ഗ്രൗണ്ടിലാണ് വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ കൂട്ടുകാരെ കൂടി വന്നിരിക്കുക. അന്നിവിടെ 100 കണക്കിന് ആളുകളാണ് ഈ ഗ്രൗണ്ടിൽ കളിക്കാനും നടക്കാനും വ്യായാമത്തിനൊക്കെ ആയിട്ട് വരിക. ഒരു വലിയ ഈ പ്രദേശത്തെ ആളുകളുടെ വലിയൊരു കൂട്ടായ്മയായിരുന്നു ഈ ഗ്രൗണ്ട്. വടക്കാഞ്ചേരിക്കാർ മാത്രമല്ല, എരുമപ്പെട്ടി, വരവൂര് തുടങ്ങി ദീർഘ ദൂരങ്ങളിൽ നിന്ന് പോലും ചെറുപ്പക്കാർ ഇവിടെ കളിക്കാൻ വരും. ഈ ഗ്രൗണ്ടിന്റെ ചരിത്രം അറിയാത്ത ആളുകളാണ് ഇന്ന് ഈ ഗ്രൗണ്ടിനെ ഇങ്ങനെയാക്കിയിട്ടുള്ളത്. ഗ്രൗണ്ട് നാശമായത് എന്ന് മുതലാണ്. വടക്കാഞ്ചേരി ഗ്രൗണ്ട് കുളമാവാൻ തുടങ്ങിയത് VP സിംഗ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി കലാമണ്ഡലത്തിലേക്ക് വന്നപ്പോ അദ്ദേഹത്തിന് ഹെലികോപ്റ്റർ ഇറങ്ങാൻ വേണ്ടി ഇതിന്റെ നടുഭാഗം നോക്കി കളച്ച് കോൺക്രീറ്റ് ചെയ്ത് ഗ്രൗണ്ടിന്റെ അതിന്റെ അതുവരെയുള്ള സ്വഭാവം തന്നെ മാറ്റി. അദ്ദേഹം വന്നു, ഇവിടെ ഇറങ്ങിപ്പോയി. ഡൽഹിയിലെത്തിയപ്പോഴേക്കും അദ്ദേഹം രാജിവെച്ചു. എന്താ കാരണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിവിശാലമായ സ്കൂൾ ഗ്രൗണ്ട് കായിക താരങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതായിട്ടും നാളെയേറെയായി. അതിനിടെയാണ് മൺകൂനകളിൽ പച്ചക്കറികളും നെല്ലുമെല്ലാം വിളഞ്ഞത്. കളിക്കളം അനുദിനം ഉപയോഗ്യമല്ലാതെ ശോചനീയാവസ്ഥയിലായി നശിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് വിളവെടുപ്പ് നടത്തിക്കൊണ്ട് നാട്ടുകാർ രംഗത്തെത്തിയത്. കർഷക തൊഴിലാളികൾ കോരൻ കൊയ്ത്ത് നടത്തി സ്കൂൾ ഗ്രൗണ്ട് എത്രയും പെട്ടെന്ന് നവീകരിച്ച് നാടിന് സമർപ്പിക്കണമെന്നാണ് കായിക പ്രേമികളുടെയും മറ്റു നാട്ടുകാരുടെയും ആവശ്യം.
പ്രതിഷേധ സമരം DCC സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് അനു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി ഷാഹിദ ടീച്ചർ, വി അനിരുദ്ധൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ AS ഹംസ, TV സണ്ണി, ബിജു ഇസ്മായിൽ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ ശശി മംഗലം, CR രാധാകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ്, കൗൺസിലർ ജോയൽ മഞ്ഞില, മണ്ഡലം ഭാരവാഹികളായ G ഹരിദാസ്, ജയ്മോൻ MJ, ഷാജു TT, സിദ്ദിഖ് മാരാത്തുകുന്ന്, ഗോപാലൻ മങ്കര, ശ്രീകാന്ത് VR, അഡ്വക്കേറ്റ് നിഹാൽ റഹ്മാൻ, പ്രശാന്ത് പുഴങ്കര, ജയരാജ് പ്രകാശ്, ചെമ്പത്ത്, അഡ്വക്കേറ്റ് ശ്രീദേവി, കവിത ജയരാജ്, മിനി സണ്ണി, കുഞ്ഞുമോൻ, വില്യംസ് റെയിൽവേ, പരീത് AH, പോൾ തൈക്കാടൻ, രാജൻ മംഗലം, സുകുമാരൻ മേലേമ്പാട്, ചന്ദ്രൻ ഇരട്ടക്കുളങ്ങര, അമൽ അശോകൻ, ചന്ദ്രൻ അൽതാഫ് ഉമ്മർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇടവേള. തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും. ആരോഗ്യരംഗത്ത് 40 വർഷത്തിലേറെ പാരമ്പര്യം, 400-ൽ പരം ടെസ്റ്റുകൾ, 250ഓളം ലാബുകൾ, 1500 പേഷ്യന്റ് സർവീസ് സെന്ററുകൾ, കൃത്യതയാർന്ന രോഗനിർണയം, എല്ലാ ഡോക്ടർമാരും വിശ്വാസം അർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ. ഓട്ടുപാറയിൽ ഞങ്ങൾക്ക് മറ്റു ബ്രാഞ്ചുകളില്ല. സുധർമ്മ മെട്രോപോളിസ്, കോടതിക്ക് പിൻവശം, ഗണപതി കോംപ്ലക്സ്, ഗേൾസ് ഹൈസ്കൂൾ റോഡ്, വടക്കാഞ്ചേരി. കോൺടാക്ട് 7012712910. സർക്കാർ ജീവനക്കാർക്ക് 4500 രൂപ ബോണസ്. ഉത്സവബത്ത 3000. KN ബാലഗോപാൽ. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ഓണം ബോണസ് 500 രൂപ വർദ്ധിപ്പിച്ചു. ഇത്തവണ 4500 രൂപ ലഭിക്കും. ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ഭത്ത 2750 രൂപയിൽ നിന്ന് 3000 രൂപയായി ഉയർത്തി നൽകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവ ബന്ധ 200 രൂപ വർദ്ധിപ്പിച്ച് 1250 രൂപയാക്കി. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവ ബന്ധ ലഭിക്കും. തെക്കേ ഗോപുരനടയിൽ അത്തപ്പൂക്കളം വർണ്ണശോഭിതമായി. തെക്കേ ഗോപുരനട സായാഹ്ന സൗഹൃദ കൂട്ടായ്മ 17 വർഷമായി ഒരുക്കിവരുന്ന ഭീമൻ അത്തപ്പൂക്കളം തെക്കേ ഗോപുരനടയിൽ ഒരുക്കി. പ്രഭാത സവാരികൾ, മൈതാനത്ത് വിശ്രമം തേടിയെത്തുന്നവർ, വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, ഉദ്യോഗസ്ഥർ, സായാഹ്നങ്ങളിൽ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുന്നവർ തുടങ്ങി വൻ ജനാവലി പങ്കാളികളായി. പുലർച്ചെ 3-ന് പൂക്കളമിടൽ തുടങ്ങി. കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ ആദ്യ പുഷ്പം അർപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ പൂക്കളം സമർപ്പിച്ചു. P ബാലചന്ദ്രൻ ഓണാഘോഷ പതാക ഉയർത്തി. കേരള ബാങ്ക് വൈസ് ചെയർമാൻ MK കണ്ണൻ അധ്യക്ഷനായി. 13 ലക്ഷം രൂപ കവർന്ന യുവതിയും യുവാവും പിടിയിൽ. കരിമ്പൂർ സ്വദേശിനിയായ യുവതിയിൽ നിന്ന് UK-യിൽ കെയർ അസിസ്റ്റന്റ് നഴ്സ് ജോലിക്കായി വിസ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പരാതിക്കാരിയുടെ അക്കൗണ്ടിൽ നിന്നും 2023 സെപ്റ്റംബർ 23 മുതൽ 2024 ഫെബ്രുവരി 27 വരെയുള്ള കാലയളവിൽ പല തവണകളിലായി 13 ലക്ഷം രൂപയാണ് പ്രതികളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു വാങ്ങിയത്. പരാതിക്കാരി വിസ ശരിയാക്കുന്നതിനായി പാസ്പോർട്ടും മറ്റ് രേഖകളും പ്രതികൾക്ക് കൈമാറിയിരുന്നു. എന്നാൽ യുവതിക്ക് വിസ ലഭിച്ചില്ല എന്ന് മാത്രമല്ല, തെറ്റായി രേഖകൾ നൽകിയതിന് 10 കൊല്ലത്തേക്ക് UK-യിലേക്ക് പോകുന്നത് വിലക്കി എന്നറിയിച്ചുകൊണ്ടുള്ള ഇമെയിലാണ് UK ഹോം ഓഫീസിൽ നിന്നും പരാതിക്കാരിക്ക് ലഭിച്ചത്. തുടർന്ന് പ്രതികളെ നിരന്തരം ബന്ധപ്പെട്ടെങ്കിലും പണം തിരികെ കൊടുക്കാതെ തട്ടിപ്പ് നടത്തുകയായിരുന്നു. പരാതിക്കാരി UK-യിൽ കെയർ അസിസ്റ്റന്റ് നഴ്സ് ജോലിക്കായി ശ്രമിക്കുന്ന സമയത്ത് കുറേയധികം ഏജൻസികളിലേക്ക് CV അയച്ചിരുന്നു. ഇത് പ്രകാരം എടപ്പള്ളി, ദേവൻകുളങ്ങര, ചങ്ങമ്പുഴ പാർക്ക് റോഡിലുള്ള വെലോമാസ്കി ഏജൻസി നടത്തുന്ന പ്രതികൾ പരാതിക്കാരിയെ വിളിച്ച് UK-യിൽ വേക്കൻസി ഉണ്ടെന്നും വിസ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പണം തട്ടിയെടുത്തത്. അച്ഛനെയും അമ്മയെയും ആക്രമിച്ച് 2.25 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല കവർച്ച ചെയ്ത കേസിൽ മകൻ പിടിയിൽ. മറ്റത്തൂർ ഐപ്പുട്ടിപ്പടി സ്വദേശി പാറപ്പറമ്പിൽ വീട്ടിൽ രാമു എന്നയാളെയും ഭാര്യ വാസന്തിയെയും ഇവരുടെ മൂത്ത മകനായ സുരേഷ് എന്നയാൾ ഇവർ കുടുംബമായി താമസിക്കുന്ന ഐപ്പുട്ടിപ്പടിയിലുള്ള വീട്ടിൽ വെച്ച് അസഭ്യം പറഞ്ഞ് ദേഹോപദ്രവം ഏൽപ്പിച്ച് പുറത്താക്കിയതിനു ശേഷം വീടിനകത്ത് കയറി വീട്ടിലെ കിടപ്പുമുറിയുടെ വാതിൽ തകർത്ത് റൂമിലെ അലമാരയ്ക്കകത്ത് സൂക്ഷിച്ചിരുന്ന പരാതിക്കാരന്റെ ഭാര്യ വാസന്തിയുടെ 2.25 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല കവർച്ച ചെയ്ത് കൊണ്ടുപോയ സംഭവത്തിന് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ മറ്റത്തൂർ ഐപ്പുട്ടിപ്പടി സ്വദേശി പാറപ്പറമ്പിൽ വീട്ടിൽ സുരേഷ് 52 വയസ്സ് എന്നയാളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കയ്യിൽ നിന്ന് മതിലകം പടിഞ്ഞാറെ വെമ്പല്ലൂരിലുള്ള ഫിനാൻസ് സ്ഥാപനത്തിൽ 20,000 രൂപയ്ക്ക് സ്വർണ്ണമാല പണയം വെച്ചതിന്റെ രസീത് പിടിച്ചെടുത്തിട്ടുണ്ട്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നിലവിൽ അമ്മയിൽ അംഗമല്ല, അമ്മയിലേക്ക് തിരികെ പോകുന്നത് ആലോചിച്ചിട്ടില്ല ഭാവന.
താരസംഘടനയായ അമ്മയിലേക്ക് തിരികെ പോകുന്നത് ആലോചിച്ചിട്ടില്ലെന്ന് നടി ഭാവന. നിലവിൽ അമ്മയിൽ അംഗമല്ല, വിട്ടുനിൽക്കുന്നവരും തിരിച്ചു വരണമെന്ന അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു ഭാവന. താരസംഘടനയായ അമ്മയുടെ പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. ഇതിനുശേഷമാണ് ഭാവന തിരികെ വരണമെന്ന് ശ്വേതാ മേനോൻ ആവശ്യപ്പെട്ടത്. എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കുമെന്നും മെമ്മറി കാർഡ് വിവാദം അന്വേഷിക്കാൻ കമ്മിറ്റി ഉണ്ടാകുമെന്നും ശ്വേതാ മേനോൻ വ്യക്തമാക്കിയിരുന്നു. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡ്, പാർലിക്കാട് കുമ്പളങ്ങാട് റോഡ് നിർമ്മാണ ഉദ്ഘാടനം നടന്നു. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡ് 3.23 കിലോമീറ്റർ ദൂരത്തിലും പാർലിക്കാട് കുമ്പളങ്ങാട് റോഡ് 700 മീറ്റർ ദൂരത്തിലും BMN/BC നിലവാരത്തിൽ നിർമ്മിക്കുന്നതിനായി 4.94 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. റോഡ് നിർമ്മാണത്തോടൊപ്പം കാന, പാർശ്വ സംരക്ഷണ ഭിത്തി, കലുങ്കുകൾ എന്നിവയുടെ നിർമ്മാണം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് MLA നിർദ്ദേശം നൽകി. ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തതിന്റെ വിരോധത്തിൽ ഹോസ്റ്റലിൽ കയറി യുവതിയെ ഹെൽമറ്റ് കൊണ്ട് മർദ്ദിച്ച യുവാവ് പിടിയിൽ. ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തതിന്റെ വിരോധത്തിൽ ലേഡീസ് ഹോസ്റ്റലിൽ യുവതി താമസിക്കുന്ന സിറ്റ്ഔട്ടിലേക്ക് അതിക്രമിച്ചു കയറി യുവതിയെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച പാലക്കാട് പുതുക്കോട് ദേശത്ത് ചെറുകാഞ്ഞിരക്കോട് വീട്ടിൽ ജിജോയ് എന്നയാളെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പപ്പേട്ടൻ സ്മാരക ഹാൾ ഉദ്ഘാടനം നടന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുണ്ടത്തിക്കോട് മണ്ഡലം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം നടത്തി. വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ ഗ്രൗണ്ട് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രൗണ്ടിൽ കൊയ്ത്തുത്സവം നടത്തി വേറിട്ട സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.